നമസ്കാരം. വട്ടൻ ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. വേനൽക്കാലത്തെ അവധി ആഘോഷങ്ങൾ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലെത്തി. തീർത്ഥനാഥിനെ പുറത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. ചെമ്മാട് കാസർഗോഡിൽ മാളിയേക്കൽ ഗഫൂറിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മലയാളികൾക്ക് അഭിമാനം. ദോഹ അണ്ടർ-19 മികവിന് മുന്നിൽ മിഷാൻ. രാജിവെക്കില്ല, CPM ഉയർത്തുന്ന കസേരയല്ല എന്റേത്. ചെയർപേഴ്സൺ AP നസീമ. നവാഗതർക്ക് അക്ഷരത്തൊപ്പിയും സമ്മാനങ്ങളും നൽകി വിദ്യാലയങ്ങളിലേക്ക് സ്വാഗതം ചെയ്തു. വിശദമായ വാർത്തകൾ. വേനൽക്കാലത്തെ അവധിയാഘോഷങ്ങൾ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലെത്തി. ഉയർന്ന ക്ലാസ്സിലേക്ക് മാറിയതിൻ്റെ ആകാംക്ഷയിലാണ് പല കുട്ടികളും. അവരുടെ കൈപിടിച്ച് കൊച്ചു സഹോദരങ്ങളും ആദ്യമായി സ്കൂൾ വരാന്തകളിൽ കാലെടുത്തു വെച്ചു. കളിപ്പാട്ടവും തൊപ്പിയും ബാഗും മധുര പലഹാരങ്ങളും പായസവുമൊക്കെ നൽകിയാണ് സ്കൂളിൽ നവാഗതരെ വരവേറ്റത്. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന മിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിന്നിയ കഥകൾ പലതും അറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. സമത്വമുണരും സ്വതന്ത്രഭൂവിൻ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ. നമുക്കുമറിവിൻ പൊൻതൂവലിനാൽ സ്വപ്നച്ചിറകുകൾ നെയ്തിടാം. വേനലവധിയുടെ ആർത്തുല്ലാസങ്ങൾ മാറ്റിവെച്ച് കുരുന്നുകൾ നിറച്ചിരിയും പുത്തൻ ഉടുപ്പുമായി കുട്ടികൾ സ്കൂളിലെത്തി. തിരൂർ GMUP സ്കൂൾ പ്രവേശനോത്സവം വർണ്ണാഭമായാണ് സംഘടിപ്പിച്ചത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികളാരും ചടങ്ങിൽ സംബന്ധിച്ചിട്ടില്ല. മുൻ ഹെഡ് മാസ്റ്റർ V ലതീഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഏതായാലും ഈ ഒരു പരിപാടിക്ക് വിളിച്ചത് ഈ ഒരു പ്രവേശനോത്സവത്തിൻ്റെ
ഈ ഒരു വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ വിദ്യാലയം പുതിയ ഉയരങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ്. നമ്മൾ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ 3 നില കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് ഹെഡ് മാസ്റ്റർ സൂചിപ്പിച്ചു. PTA പ്രസിഡന്റ് സലീം മേച്ചേരി അധ്യക്ഷത വഹിച്ചു. ഹെഡ് മാസ്റ്റർ അബ്ദുൽ ഗഫൂർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രജിത് കുമാർ നന്ദിയും പറഞ്ഞു. ജപ്പാൻ സ്ക്വയർ ഉടമ അലി, PTA പ്രസിഡന്റ് കൃപ, സീനിയർ അധ്യാപകൻ ജഗദീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടന്യൂസ് തിരൂർ. കേരള യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ BA മലയാളം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പുറത്തൂർ ആശുപത്രിപ്പടി സ്വദേശി തീർത്ഥനാഥിനെ പുറത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. പഠന മികവിലെ ജേതാവിനെ ആദരിക്കാൻ വേണ്ടി പുറത്തൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് നബീലിന്റെ അധ്യക്ഷതയിൽ KPCC മെമ്പർ AM രോഹിത് മൊമന്റോ നൽകി ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വൈശാഖ് തൃപ്രങ്ങോട് ഷാൾ അണിയിച്ചു. ചടങ്ങിൽ മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CM പുരുഷോത്തമൻ മാസ്റ്റർ, പുറത്തൂർ മണ്ഡലം പ്രസിഡന്റ് TP പ്രഭാകരൻ, അൻവർ കക്കിടി, സലാം പൂതേരി, KT വിനീത്, ഷഹൽ, പ്രദീപ്, ജംഷീർ, ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടന്യൂസ് പുറത്തൂർ. ചെമ്മാട് കാസി റോഡിൽ മാളിയേക്കൽ ഗഫൂറിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ആക്സിഡന്റ് റെസ്ക്യൂ പ്രവർത്തകരെത്തി വീട്ടിലുള്ള സാധനങ്ങൾ എടുത്തു പുറത്തേക്ക് മാറ്റി. വീടിനോട് ചേർന്ന് കിടന്ന കിണർ ഇന്നലെയായിരുന്നു ഇടിഞ്ഞു താഴ്ന്നത്. സംഭവ സ്ഥലത്ത് പോലീസ് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കൂടാതെ സന്നദ്ധ പ്രവർത്തകരായ ആക്സിഡന്റ് റെസ്ക്യൂ പ്രവർത്തകരെത്തി വീട്ടിലുള്ള സാധനങ്ങൾ എടുത്തു പുറത്തേക്ക് മാറ്റി. സംഭവത്തിൽ വീട്ടുകാർ ഭീതിയിൽ. വെട്ടന്യൂസ് തിരൂരങ്ങാടി. ദുബായ് സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ദുബായ് ഓപ്പൺ ഫുട്ബോൾ അക്കാദമി അണ്ടർ-19 വിഭാഗത്തിൽ മികച്ച കളിക്കാരനായി മലയാളി മുഹമ്മദ് മിഷാലിനെ തിരഞ്ഞെടുത്തു. തിരൂർ BP അങ്ങാടി സ്വദേശി കൂടിയായ മിഷാൽ നാടിന് അഭിമാനമായി മാറി. ബാർസിലോണ, മാഞ്ചസ്റ്റർ സിറ്റി, യുവന്റസ്, ഷബാബ് അൽ അഹ്ലി തുടങ്ങിയ ലോകത്തിലെ 185 ക്ലബ്ബുകൾ പങ്കെടുത്ത മത്സരത്തിലാണ് മിഷാൽ ഗ്ലോബ് അവാർഡ് നേടിയത്. അണ്ടർ-18ലും മികച്ച കളിക്കാരനായി മിഷാലിനെ തിരഞ്ഞെടുത്തിരുന്നു. ഈ 2 പുരസ്കാരങ്ങളും നേടുന്ന ആദ്യ മലയാളിയും ഇന്ത്യക്കാരനുമാണ് മിഷാൽ. FC അത്ലറ്റിക്കോ ഫുട്ബോൾ ക്ലബ് കളിക്കാരനായ ഇദ്ദേഹം ഹിരിയറ്റ്വാഡ് യൂണിവേഴ്സിറ്റി കോളേജിൽ ബിസിനസ് മാനേജ്മെന്റിൽ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. തിരൂർ BP അങ്ങാടി സ്വദേശിയും ലുലു ഗ്രൂപ്പ് പഴം പച്ചക്കറി പർച്ചേസ് ഡയറക്ടറുമായ കടവത്ത് സുൽഫീഖറിന്റെയും ജസീനയുടെയും മകനാണ്. സുൽഫീഖർ മുൻ ഇന്ത്യൻ ജൂനിയർ ഫുട്ബോൾ താരവുമായിരുന്നു. വെട്ടന്യൂസ് തിരൂർ. ജനങ്ങളുടെ മുന്നിൽ പുകമറ സൃഷ്ടിച്ച് നഗരസഭാ ഭരണത്തെ അട്ടിമറിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ. ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ഭരണസമിതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേടുണ്ടെങ്കിൽ അന്വേഷണം നേരിടാൻ തയ്യാറെന്നും അവർ പറഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്രയും കാലം ചെയർപേഴ്സൺ കസേരയിൽ ഇരുന്നതെന്നും ഒരു റിപ്പോർട്ടിൽ അപാകതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ടവർ അന്വേഷിക്കട്ടെ എന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇന്നലെ പ്രതിപക്ഷത്തിന്റെ ഒരു പരാമർശം കണ്ടു, കുറെ ന്യൂസുകളിലൊക്കെ കണ്ടു, പിന്നെ ഇന്നലത്തെ പത്രത്തിലും ന്യൂസിലൊക്കെ കാണുകയുണ്ടായി. ശരിക്കും പറഞ്ഞാല് കാണുമ്പോൾ പരിഹസിക്കുകയാണെന്നൊന്നും പറയണ്ട ജനങ്ങൾ. എന്താന്ന് വെച്ചാലേ അവർക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. കാരണം നിലമ്പൂർ ഇലക്ഷൻ നടക്കുകയാണ്. അവർക്ക് സ്വരാജിനെ ജയിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ നാട്ടുകാരുടെ കണ്ണില് ഒരു പുതിയൊരു പുകമറ സൃഷ്ടിക്കണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് ഉണ്ടാക്കിയതാണത്. സ്വാഭാവികമായിട്ടും എവിടെങ്കിലുമൊക്കെ ഒരു ഭരണസമിതി എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴല്ലേ അവിടെ ഓഡിറ്റും ഒബ്ജക്ഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഒരു പണി എടുക്കാതെ ഒരു ഭരണാധികാരി കയ്യും കെട്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഓഡിറ്റ് ബുക്കിൽ ഒരു പേജിൽ പോലും പരാതി ഉണ്ടാവില്ല. ഓഡിറ്റ് ബുക്കിന്റെ പേജിന്റെ കനം കുറക്കലല്ല ഞങ്ങളെ പണി. അത് കനം കൂട്ടണം. അത് കനം കൂട്ടുക പറഞ്ഞാൽ ഇവിടെ പുതിയ പുതിയ പദ്ധതികൾ, നൂതന ആശയങ്ങൾ കൊണ്ടുവരണം. പുതിയ പ്രൊജക്ടുകൾ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വെക്കുന്ന പദ്ധതികൾ, ഒരു ഭരണസമിതി മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓഫീസർമാര് അത് അതിലെന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ ആ ഓഡിറ്റ് ഒബ്ജക്ഷന് മറുപടി കൊടുക്കും. അങ്ങനെ അത് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയല്ലേ ചെയ്യുക. ഓഡിറ്റ് ബുക്കിന് കനം കൂടുതലാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണം. അദ്ദേഹം ഒരു 2.5 വർഷം ഇവിടെ ചെയർമാൻ ആയിരുന്നല്ലോ. ഒരു പക്ഷെ അയാൾ ഓഡിറ്റ് ബുക്കിന് കനം കൂടുന്നു കരുതിയിട്ടാവും, ഓഡിറ്റ് ബുക്കിന് കനം കൂടണ്ടെന്ന് കരുതിയിട്ടാവും ഇവിടെ ഒരു പണി നടക്കാഞ്ഞത്. ഓഡിറ്റ് റിപ്പോർട്ട് തുടർ പ്രക്രിയയാണെന്നും പ്രതിപക്ഷം പറയുന്ന ആരോപണം ബന്ധപ്പെട്ടവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെയെന്നും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK സലാം മാസ്റ്റർ പറഞ്ഞു. ഈ ഓഡിറ്റ് എന്ന പ്രക്രിയ
അതൊരു തുടർ പ്രക്രിയയാണ്, സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പരിശോധിക്കുകയും അതിലൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി. അത് ചെയ്യുന്നു. അതിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു പോവുക. അതിപ്പോൾ ഇപ്പോഴായി തുടങ്ങിയതല്ല, നിരന്തരമായിട്ട് നടക്കുന്നതാണ്. തിരൂർ നഗരസഭ നമുക്ക് ഇവിടെ കൺകറന്റ് വോട്ട് സ്ഥിരമായിട്ട് വോട്ട് സംവിധാനം ഇവിടെ മുനിസിപ്പൽ ഓഫീസിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. മറ്റേ പഴയ കാലത്തൊക്കെ വെച്ചാൽ ഇവിടെ നടന്ന് ഒന്നിച്ചിട്ട് സ്റ്റേറ്റ് ലെവലിൽ ഓഡിറ്റ് നടക്കലാണ്. ഇപ്പോഴതല്ല, ഇപ്പോൾ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രംഗത്തുണ്ടാകുന്ന ഏതെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു പോകാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് തിരൂർ നഗരസഭയിൽ കുഴപ്പങ്ങളില്ലാതെ ഭരണം മുന്നോട്ട് പോകുന്നത്. വെട്ടന്യൂസ് തിരൂർ. നവാഗതർക്ക് അക്ഷരത്തൊപ്പിയും സമ്മാനങ്ങളും നൽകി വിദ്യാലയത്തിലേക്ക് സ്വാഗതം. പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒന്നിച്ച് ഒന്നായി ഒന്നാം തരം എന്ന പേരിൽ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ ഓരോ വിദ്യാർത്ഥിയെയും സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, PTA അംഗങ്ങൾ, അധ്യാപകർ ചേർന്നാണ് വരവേറ്റത്. പ്രവേശനോത്സവം സ്കൂൾ മാനേജർ MK അബ്ദുൽ മജീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അക്കാദമിക മാസ്റ്റർ പ്ലാൻ സ്കൂൾ SMC ചെയർമാൻ T സജിദ്, PTA വൈസ് പ്രസിഡന്റ് C റഹീമിന് നൽകി പ്രകാശനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് TP ഫൈസൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജ്മെന്റ് അംഗം CM അബ്ദുള്ളക്കുട്ടി, MTA പ്രസിഡന്റ് P ഷാനിബ, P അബ്ദുൽ മജീദ്, റസാഖ് പാലോളി, ഹമീദ് പറയിൽ, TM നാസർ, K പ്രിയ, ഹെഡ്മാസ്റ്റർ T മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് പറവണ്ണ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.